രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ളയിൽ നാട് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പോഴും ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുമ്പോൾ രാഷ്ട്രീയാരോപണങ്ങൾ അപ്രതീക്ഷിതമല്ല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പോറ്റിയുമായുള്ള ചിത്രവും കൂടെ ഒരേ ചിത്രവും പങ്കുവെച്ച കോൺഗ്രസ് നേതാവിനെ രാവിലെ വീട്ടിൽ പോയി കസ്റ്റഡിയിലെടുക്കൽ, രാഷ്ട്രീയ പ്രതിഷേധം, പ്രതികരണങ്ങൾ, ഒടുവിൽ നോട്ടീസ് നൽകി വിട്ടയച്ച പോലീസ് പരിഹാസ്യത. അതിനു മുൻപും സോണിയാഗാന്ധി പോറ്റി, മുഖ്യമന്ത്രി പോറ്റി, കടകംപള്ളി പോറ്റി, അങ്ങനെ പോറ്റിയ ചിത്രങ്ങൾ ഒഫൻസിനും ഡിഫൻസിനുമുള്ള പൊളിറ്റിക്കൽ ആയുധങ്ങളാവുന്നുമുണ്ട്. ആ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇപ്പോഴും മറുപടിയില്ലാതെ തുടരുന്ന ചോദ്യങ്ങൾ ആവർത്തന ചോദ്യങ്ങളായി ചോദിച്ചേ മതിയാകൂ. അത് കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒന്നാമത്തെ ചോദ്യം, അത് കേവലം സ്വർണമല്ല, കോടാനുകോടി വിശ്വാസികളുടെ വിശ്വാസ പ്രശ്നമാണ്. ആ കൊടുംകൊള്ളയുടെ യാഥാർത്ഥ്യം എന്താണ്? ചോദ്യം നമ്പർ 2, ദേവസ്വം വിജിലൻസും SITയും ഒരേ സ്വരത്തിൽ പറഞ്ഞ ശബരിമല ക്ഷേത്രക്കൊള്ള നടന്നത് എങ്ങനെയാണ്? ചോദ്യം നമ്പർ 3, സന്നിധാനം മുതൽ ഡിണ്ടിഗൽ വരെ നീണ്ട അന്വേഷണത്തിൽ പോറ്റി മുതൽ ഗോവർദ്ധൻ വരെ മാത്രമേയുള്ളോ ആ മാഫിയ കോക്കസ്? ചോദ്യം നമ്പർ 4, കോടതി സംശയിച്ച അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ ആർത്തിക്കണ്ണ് ശബരിമലയിലും വീണോ? ചോദ്യം നമ്പർ 5, വഴിയടഞ്ഞ അന്വേഷണത്തിൽ ഡിണ്ടിഗലും ഡി മണിയും നിർണായകമാകുമോ? ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 6ാം ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിയോ? 7ാം ചോദ്യം, അയ്യപ്പനെ കാക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളിലെയും സ്വർണം ഉരുക്കി നടത്തിയ കൊള്ള എന്നെപ്പോഴെങ്കിലും ഉറപ്പിച്ചോ SIT? അതിന് കഴിയുന്നില്ലെങ്കിൽ ശബരിമല പാളികൾ അപ്പാടെ കടൽ കടത്തിയോ? ചോദ്യം 8, വലിയ ഗൂഢാലോചനയിൽ കൃത്യമായ പ്ലാനിങ്ങിൽ നടത്തിയ കൊള്ളയ്ക്ക് പിന്നിലെ ഗൂഢസംഘങ്ങൾ ആരൊക്കെയാണ്? ചോദ്യം 9, പത്മകുമാറിന് മുകളിൽ ആരൊക്കെ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരാണ്? കാവൽക്കാരിൽ കട്ടുമുടിച്ച ഉന്നത സ്ഥാനീയർ ആരൊക്കെയാണ്? 10ാം ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വിശ്വാസികൾക്ക് നഷ്ടമായ ശാസ്താവിന്റെ സ്വത്ത്, ആ പാളികൾ ഇപ്പോൾ ആരുടെ അരമനയിലാണ്? രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കേരളത്തിന് അറിയണം. അറിഞ്ഞേ മതിയാകൂ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.